അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു സംശയമുണ്ട് ഉസ്താദിനോട് ചോദിക്കാനായിട്ട്. രോഗികളും പിന്നെ വയസ്സായ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ എങ്ങനെയാണ് നോമ്പ് നോക്കൽ നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ നോമ്പിന് പകരമായി ഇവരെന്തെങ്കിലും ചെയ്യണമോ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായി. ഉസ്താദ് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. എല്ലാവരും അറിയാൻ താല്പര്യപ്പെടുന്ന വിഷയം കൂടിയാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. പ്രായം ചെന്ന, നോമ്പ് പിടിക്കാൻ കഴിയാത്ത, വാർദ്ധക്യം ചെന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടപ്പെടുന്ന ഓരോ നോമ്പിനും ഓരോ മുദ്ദ് വീതം നാട്ടിലെ ഭക്ഷണമാകുന്ന, നമ്മുടെ നാട്ടിൽ അരിയാണല്ലോ, അരി കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ 30 ദിവസത്തേക്കോ അല്ലെങ്കിൽ 29 ദിവസത്തേക്കോ കണക്ക് കൂട്ടി ആ മുദ്ദിന്റെ അളവ് അനുസരിച്ച് അരി കൊടുക്കേണ്ടതാണ്. ഇനി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവൻ, രോഗം രണ്ട് രൂപത്തിലുണ്ട്. തീരെ ഭേദമാകുമെന്ന് പ്രതീക്ഷയില്ലാത്തതും പ്രതീക്ഷയുള്ളതും. പ്രതീക്ഷയില്ലാത്ത ആളുകളും ഇതേപോലെ മുദ്ദ് കൊടുക്കേണ്ടതാണ്. പ്രതീക്ഷയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് പിന്നെ വിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഭേദമായി കഴിഞ്ഞാൽ ആ നോമ്പിന് എന്ത് ചെയ്യണം? ഖളാ വീട്ടണം. ഇതാണ് ഈ രണ്ടുപേരുടെ വിഷയത്തിൽ ഇസ്ലാമിക കാഴ്ചപ്പാട്.